ഹായ് ഫ്രണ്ട്സ്, ഇന്ന് മുതൽ ഉത്തരാഖണ്ഡ് സംസ്ഥാനത്ത് യൂണിഫോം സിവിൽ കോഡ് നിലവിൽ വന്നു. ഈ നിയമം നടപ്പാക്കുന്ന ആദ്യത്തെ സംസ്ഥാനമായിരിക്കുകയാണ് ഉത്തരാഖണ്ഡ്. ഇനി മുതൽ ഉത്തരാഖണ്ഡ് സംസ്ഥാനത്ത് ജാതിമത വ്യത്യാസമന്യേ വിവാഹം, ഡൈവോഴ്സ് തുടങ്ങിയ കാര്യങ്ങളിൽ എല്ലാവർക്കും ഒരേ നിയമം. ഒരു വിധത്തിൽ പറഞ്ഞാൽ നല്ല കാര്യമാണെന്ന് തന്നെ പറയണം. കാരണം ഒരു രാജ്യത്തെ ഒരു സമൂഹത്ത് വസിക്കുന്ന എല്ലാവർക്കും ഒരേ നിയമമല്ലേ വേണ്ടത്. ഒരുപക്ഷെ ചില ന്യൂനപക്ഷ വിഭാഗങ്ങൾ എതിർ പ്രകടമാക്കിയാൽ പോലും നമുക്ക് അംഗീകരിക്കേണ്ടി വരും. കാരണം നമുക്ക് ചുറ്റുപാടും നടക്കുന്ന സംഭവങ്ങൾ ഒന്ന് കണ്ണോടിച്ചാൽ മതി. പ്രത്യേകിച്ചും മുസ്ലിം സമുദായത്തിൽ ആധുനിക മനുഷ്യന് അംഗീകരിക്കാൻ സാധിക്കാത്ത കാര്യങ്ങളാണ് നടക്കുന്നത്. ഇതാ ലേറ്റസ്റ്റ് എന്ന് പറയുന്നത്, ഇറാഖ് എന്ന രാജ്യത്ത് പെൺകുട്ടികളുടെ വിവാഹപ്രായം 9 താഴ്ത്തിയിരിക്കുന്നു. കഴിഞ്ഞ നവംബറിൽ നിയമം അവതരിപ്പിക്കപ്പെട്ടു. ഇപ്പോൾ അത് നിലവിൽ വന്നിരിക്കുന്നു. ആലോചിച്ച് നോക്കിയേ, 9 വയസ്സായ ഒരു പെൺകുട്ടി വിവാഹം കഴിക്കുക എന്ന് പറഞ്ഞാൽ അവളുടെ ജീവിതം എന്തായി തീരും? ആരും സംശയിക്കേണ്ട, കല്യാണം കഴിക്കാൻ പോകുന്നത് 10 വയസ്സായ ഒരു പയ്യനല്ല. 50ഉം 60ഉം കഴിഞ്ഞ് മുതുക്കന്മാരായിരിക്കും. കാരണം അവർക്ക് 4 5 കെട്ടാമല്ലോ. 2 4 ഭാര്യമാരുണ്ടെങ്കിലും വീണ്ടും കെട്ടാം, പണം ഉണ്ടായാൽ മാത്രം മതി. അങ്ങനെ വരുമ്പോൾ പെൺകുട്ടിയുടെ അവസ്ഥയെ പറ്റി ആലോചിച്ച് നോക്കിയേ. വെറും സെക്സ് പ്രോഡക്റ്റ് ആയിട്ട് അവൾ തരം താഴ്ത്തപ്പെടും. അതിനുവേണ്ടി മാത്രമുള്ള ഒരു ഉപകരണം. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഇത്ര യൂണിഫോം സിവിൽ കോഡൊക്കെ സ്വാഗതാർഹമാണ് എന്ന് തന്നെ പറയേണ്ടി വരും. അടുത്തിടെ കൊണ്ടോട്ടിയില് ഷഹാന 19 വയസ്സേ ആയുള്ളൂ. നമ്മുടെ കേരളത്തിലാ. വിവാഹം നടന്ന് 20ാം ദിവസം അവൾ ആത്മഹത്യ ചെയ്തു. ഭർത്തൃമാതാവിന്റെ ഒക്കെ പീഡനം സഹിക്കാനാവാതെ. ഇത് സംഭവിക്കുമായിരുന്നില്ല അവൾക്ക് ഒരു 22 24 വയസ്സായിരുന്നെങ്കിൽ. അങ്ങനെ എന്തെല്ലാം സംഭവങ്ങൾ നമുക്ക് ചുറ്റും നടക്കുന്നു. ഒരു കാര്യം തുറന്നു പറയാതിരിക്കാനാവുകയില്ല. കാലം മാറുന്നതനുസരിച്ച് കാലോചിതമായ മാറ്റങ്ങൾ വരുത്തപ്പെടാത്ത ഒരു ജനസമൂഹമാണ് മുസ്ലിം സമുദായം എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും മാറേണ്ടിയിരിക്കുന്നു. ഇന്നത്തെ ലേറ്റസ്റ്റ് ന്യൂസ് എന്ന് പറയുന്നത്, ഒരു മദ്രസ അധ്യാപകൻ അറസ്റ്റ് ചെയ്യപ്പെട്ടു പോക്സോ കേസ് പ്രകാരം. എന്ന് പറഞ്ഞാൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ചതിന്റെ പേരിൽ. ഈ മദ്രസയിലേക്ക് എന്താ നടക്കുന്നതെന്ന് ആർക്കും അറിഞ്ഞുകൂടാ. ഇങ്ങനെ എല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോൾ മുസ്ലിമെന്നോ ഹിന്ദുവെന്നോ ക്രിസ്ത്യാനിന്നോ വ്യത്യാസമില്ലാതെ ഏവർക്കും ഒരേ നിയമം നടപ്പാക്കുന്നത് തന്നെയാണ് നല്ലത്. കാരണം കാലം മാറിയിരിക്കുന്നു. സ്ത്രീയെയും പുരുഷനെയും വേറിട്ട് കാണേണ്ടതില്ല, എല്ലാവരും തുല്യരാണ്. സ്ത്രീ സമത്വം എന്ന് പറയുന്നത് നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ സ്ത്രീക്കും പുരുഷനും തുല്യ പ്രാധാന്യം ലഭിക്കണം. നമുക്കറിയാം, കേരളീയ സമൂഹത്തില് ഒരു ജോലിയൊന്നുമില്ലാതെ ആൺകുട്ടികൾ മാത്രമല്ല, ഇന്നത്തെ കാലത്ത് പെൺകുട്ടികൾ പോലും വിവാഹം കഴിക്കാൻ തയ്യാറാവുകയില്ല. ഒരു ജോലിയെ കിട്ടണമെങ്കിൽ 20 22 ആകണം. അപ്പൊ ഞാൻ പറയുന്നത്, പെൺകുട്ടികളുടെ പ്രായം എന്ന് പറയുന്നത് 18 ആക്കിയാൽ പോരാ, 21 ആക്കണം. അവിടെയും തുല്യത വേണം. ആണിനും പെണ്ണിനും ഒരേ വിവാഹപ്രായം. എന്തേ വ്യത്യാസം ഉണ്ടാകുന്നു? അതും ശരിയല്ല. ഒരു 21 വയസ്സെങ്കിലും ആകാതെ ഒരു പെൺകുട്ടിക്ക് വിവാഹത്തെ പറ്റിയോ വിവാഹ ജീവിതത്തെ പറ്റി തന്നെയോ ഒരു നല്ല കാഴ്ചപ്പാടുണ്ടാവുകയില്ല. അതിനുപരി പ്രശ്നങ്ങളെ നേരിടുവാനുള്ള ആ ചങ്കൂറ്റവും ആ തൻ്റെയിടവും ഉണ്ടാവുകയില്ല. അതുകൊണ്ട് തീർച്ചയായും ഉത്തരാഖണ്ഡ് സംസ്ഥാനത്തിന്റെ ഈ നടപടിയെ ശ്ലാഘനീയമെന്ന് തന്നെ പറയേണ്ടി വരും. ആണെങ്കിലും ഒരു കാര്യം വ്യക്തമാണ്, ഉത്തരാഖണ്ഡ് ഒരു തുടക്കം മാത്രം. മറ്റ് സംസ്ഥാനങ്ങളിലേക്കും ക്രമേണ ഈ നിയമം വന്നെത്തുക തന്നെ ചെയ്യും. ഒരുപക്ഷെ കേരളമോ ബംഗാളോ അല്ലെങ്കിൽ തമിഴ്നാടോ ഒക്കെ ആയിരിക്കും എക്സെപ്ഷനായി തുടരുക. ബാക്കി സംസ്ഥാനങ്ങളിലേക്കെല്ലാം ഇന്നല്ലെങ്കിൽ നാളെ ഈ നിയമം വരിക തന്നെ ചെയ്യും. കാലാന്തരത്തിൽ ഇങ്ങനെ ഒരു നിയമത്തെ ഏവർക്കും അംഗീകരിക്കേണ്ടി വരും, ഒരു സംശയവുമില്ല.